ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത്. നല്ല മഴയുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ ഞാൻ കാപ്പിയും കൊണ്ട് വെളിയിലോട്ട് വന്നിരുന്നു കേട്ടോ. നല്ല മഴയും തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നേരെ മഴയായിരിക്കുമല്ലോ. അങ്ങനെ കുറേ നേരം വെളിയിൽ ഭംഗിയെല്ലാം കണ്ട് നേരെ പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. പാവയ്ക്ക ഉണ്ടായിരുന്നു. പാവയ്ക്ക തോരൻ വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കാണ് തീരെ നമ്മുടെ ദൃശ്യം ഫസ്റ്റ് കിടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതും കണ്ടോണ്ടിരുന്ന് അരിയാൻ ഓർത്തിരുന്നിട്ട് പടം തീർന്നാലും എൻ്റെ അരിയിച്ച് തീരില്ല. അത് അത്രയ്ക്ക് പാടാണ് എന്നുവെച്ചാൽ അങ്ങനെ കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ചടപടയെന്ന് തോരനുള്ള അരിഞ്ഞ കൂട്ടത്തിൽ പിന്നെ വറക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും നേരെ കുടുമുറുക്ക് വിട്ടു കേട്ടോ. ഞങ്ങൾക്ക് ബാങ്കിൽ പോകണം, അത്യാവശ്യം സാധനം മേടിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ച് അങ്ങ് പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ പഴയൊരു വണ്ടി, വീട്ടിൽ ഇത് നേരത്തെ ഉണ്ടായിരുന്നു ഈ വണ്ടി. അങ്ങനെ അതിൻ്റെ 2-3 വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ അടുത്ത സ്ഥലത്തോട്ട് പോയി കേട്ടോ. അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അമ്മ അങ്ങോട്ട് പോയി സാധനം മേടിക്കാൻ. ഞാനപ്പോൾ വെളിയിലേക്ക് നോക്കുമായിരുന്നു. മഴയൊക്കെ മൂടി വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. പിന്നെ നേരെ ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. എങ്ങനെ പോയാലും വീട് കാണുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വിശപ്പങ്ങ് കൂടും. അങ്ങനെ നേരെ വിശക്കാൻ തുടങ്ങി കേട്ടോ. നേരെ ചെന്ന് ചോറിന് മടയിലോട്ട് വീഴുമായിരുന്നു. രാവിലെ വെച്ച തോരനും പിന്നെ മോര് ഉണ്ടായിരുന്നു, പിന്നെ ഇച്ചിരി ഉണക്കമീനും ഉണ്ടായിരുന്നു. അതും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നേരെ കാപ്പിയുടെ കൂടത്തിൽ ആ കൊണ്ടുവന്ന സാധനത്തിൽ ഉള്ളിവട ഞാൻ അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോഴത്തേക്കാണ്ടതേ കുറുമ്പി വന്നു. ഇവർക്ക് എപ്പോഴും ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കണം കേട്ടോ. എപ്പോഴും കൂടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറച്ച് നേരം അവളെയും കളിപ്പിച്ച് ഞങ്ങളുടെ അടുത്ത പരിപാടിയിലേക്ക് അങ്ങ് കിടന്നു. അപ്പോൾ അതൊക്കെ എത്ര ഉള്ളൂ. ബായ്.